അകത്തക്കണം പോയിരിക്കും. ചെറുക്കൻ പറയുന്നത് കേട്ടോ. തറ വൃത്തിയുടെ കിടക്കുക. ചോറ് കിടക്കണം. ഇത് ആരെങ്കിലും വന്ന് കണ്ട എന്ത് പറയും? നമ്മുടെ വീട്ടിൽ ഒത്തിരി ചോറുണ്ടെന്ന് വിചാരിക്കും. ഞാനേ ആ ടൗൺ ഹാളിൽ പോയിട്ട് ഇത് ബാക്കി പരിപാടികളൊക്കെ ഞാൻ നോക്കിയിട്ട് വരാം. മറ്റേ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. രണ്ടുപേരും ഇവിടെ തന്നെ കാണണം കേട്ടോ. ഓ എന്തായാലും പോവാ ഓഡിറ്റോറിയത്തിൽ. എന്തായാലും പോവാ ഓഡിറ്റോറിയം. നിങ്ങൾ മിണ്ടരുന്നാ പറഞ്ഞത്. ചെറുക്കൻ വന്ന് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരുന്ന മുഖത്ത് ഇങ്ങനെ അങ്ങായി പോയത്. വേറെ വല്ല ചെറുക്കൻ വന്ന ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ നീ എന്ത് വെറുതെ വിടുവായിരുന്നു? നിന്റെ മുഖത്ത് നോക്കി വേറെ ആരുടെ നിന്റെ മുഖത്ത് നോക്കി ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടോടി. എന്റെ കുഞ്ഞ് പറയുമ്പോൾ എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? ഇനി ഇവൻ ഈ തോന്നിവാസം കാണിച്ച കാര്യം നീ എന്നോട് ചോദിക്കണ്ടായിരുന്നു. ഞാനാണോ ചോദിക്കേണ്ടത്? ഞാൻ അവന്റെ അമ്മയല്ലയോ? നിങ്ങളാ ചോദിക്കേണ്ടത്. പറഞ്ഞു വന്നാൽ ഞാൻ അവന്റെ അച്ഛനല്ലയോ? അതാ പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ച് അങ്ങനല്ല ഒരു ആൺചെറുക്കനല്ലേ ഞാൻ. എങ്ങനെ എനിക്കറിയത്തില്ല. പെണ്ണിന്റെ വീട്ടുകാരെ ഇറങ്ങി കല്യാണം പടക്കം ആർക്കുണ്ടെങ്കിലും സദ്യ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സദ്യ ആർക്ക് കേട്ടാണ്? 800 പേരുടെ സദ്യ വൈകുന്നേരം വേണം. 2 കൂട്ടം പായസം. 2 കൂട്ടെങ്കിലും മിനിമം വേണം. ഇവിടുത്തെ ആദ്യത്തെ കല്യാണമാണ്. അപ്പൊ 2 കൂട്ടെങ്കിലും വേണം. 2 കൂട്ടം പായസെങ്കിലും വേണം. പൈസാങ്കാരത്തോര. ശരി 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 ശരി. റിസപ്ഷൻ വൈകുന്നേരം ഉണ്ട്. ചെറുക്കൻ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? ഞാൻ വിചാരിച്ചായിരുന്നു. റിസപ്ഷന്റെ കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും മിനിമം 400 പേരെങ്കിലും ഉണ്ടാവും. റിസപ്ഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ഈ കരളും തൃക്കൊക്കെ ഇരിക്കുന്ന കാണാൻ പോകുന്നു. അത് എക്സിബിഷൻ. അപ്പൊ 400 പേരുണ്ടാവും. ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് തിന്നല്ല, ഇവിടെ വന്നവർക്ക് തിന്നാ. ശരി 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 ശരി. ചിക്കൻ ബിരിയാണി എത്ര പേർക്ക്? 400 പേർക്ക്. അങ്ങനെയാണ് ഒരു 10-20 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റും. നമുക്ക് തിന്നാനാണോ പിന്നെ ഇതൊക്കെ മേടിച്ചോണ്ട് വെക്കുന്നത്? പിന്നെ നാട്ടുകാർക്ക് കൊടുക്കാനോ? കൊടുക്കരുത്. വെറുതെ കൊടുത്താൽ വിറക് പോലെ വരുത്തുന്ന ടീമുകളാണ് നിങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും. ചിക്കൻ ബിരിയാണി വേണ്ട. ചിക്കൻ ബിരിയാണി നമ്മുടെ കാഞ്ഞിരമറ്റത്തെ പിന്നെ നാരായണമാനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചു കുഞ്ഞു പറഞ്ഞു വിളിക്കണമെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ച് പറഞ്ഞു. അതെ, പുള്ളിക്ക് പല്ല് പോലും ഇല്ല. പുള്ളി ഇറച്ചി തീർക്കും വേണ്ട, പല്ല് പോലും ഇല്ല. അയ്യോ, അത് മനഃപൂർവ്വം എടുത്ത് കളഞ്ഞതാ പല്ല്. എല്ലും കപ്പയും തിന്നപ്പോ ഈ പല്ലിനിടക്കേന്ന് പറഞ്ഞിട്ട് പുള്ളി മനഃപൂർവ്വം എടുത്ത് കളഞ്ഞതാ. പുള്ളി വിളിച്ചിട്ടുണ്ട് കല്യാണം. പുള്ളി വിളിക്കല്ലേ. അമ്പിളിയുടെ കൊച്ചിന് 28 കഴിഞ്ഞ് വന്നപ്പോ ബീഫ് ഫ്രൈയും പൊറോട്ടയായിരുന്നു. ഈ പുള്ളി ഒരു ബീഫ് ഫ്രൈ എടുത്ത് വായിലിട്ട് കറക്കി കുറച്ച് കഴിഞ്ഞപ്പോ മുത്തു പോലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുള്ളിയെ വിളിക്കരുത്. മൊത്തം അറിഞ്ഞ് തീർക്കും പുള്ളി. അത് നമ്മൾ എന്തിനാ അതൊക്കെ അവര് കഴിച്ചിട്ട് പോട്ടെ. പിന്നെ എനിക്കതല്ല, ഇത് എങ്ങനെ ടാലിയാക്കും എന്നുള്ളതാ. ഒരു ഇലക്ക് 150 രൂപ. ഇതെങ്ങനെ നമ്മൾ ലാഭം ഉണ്ടാക്കും? കുഴപ്പമില്ല, ലാഭമുണ്ട്. ഈ വരുന്നവരുടെ ഇല ഉടക്കം തിന്നാൻ പറ. 150 രൂപ കൊടുത്ത് ഇല വാങ്ങിക്കുന്നതിന്റെ കളയണ്ടല്ലോ. അതാ 150 രൂപ ഇലക്കല്ലെന്ന്. അതിനകത്ത് വെക്കുന്ന കറിക്കും ചോറിനും എല്ലാം കൂടെ 150. ഇപ്പൊ അങ്ങനെ ഇല എണ്ണിയും തല എണ്ണിയും അങ്ങനെയാ കൊടുക്കണത്. അത് മനസ്സിലാക്കാൻ പഠിക്കണം. എനിക്കതല്ലേ, നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അവര് വന്ന് കയറുമ്പോഴേക്കും നമ്മൾ വേണം അവരെ നോക്കാൻ. അമ്മ അവർ വന്ന് കയറുമ്പോൾ അവർ ഇച്ചിരി ഭക്ഷണം കൂടുതൽ എടുത്താലും വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ എല്ലാ കാര്യം നന്നായിട്ട് തന്നെ. ആരോട് പറയാനാ? പിന്നെ നമ്മുടെ ടൗൺ വരെ ഒന്ന് പോണം. അവിടെ നമ്മുടെ സിറ്റി സിൽക്സിലെ തലവനുണ്ടോ? മേടിക്കണം നല്ല പറയുന്നത്. സിറ്റി സിൽക്സ് വരെ ഒന്ന് പോണെന്ന്. മന്ത്രകോടിയുടെ പരിപാടിയൊക്കെ ഞാൻ അവിടെ ഏൽപ്പിച്ചേക്കണത്. അച്ഛൻ പോയൊന്ന് നോക്കണം. നീ പോടി. അല്ല, അവിടുത്തെ ടൈലിൽ എന്നെ താഴോട്ട് കാണുമ്പോഴേ വീട്ടിലെ രാജാവ് പോലെ ഇരിക്കും. നാണം കയറായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പിടിച്ചു പറയും കേട്ടോ. നിങ്ങൾ തന്നെ പോണം. എപ്പോ പോണം? വൈകുന്നേരം 4 മണിയാകുമ്പോ പോണം. ഇപ്പൊ വെയിലൊക്കെ ഇല്ലേ ഇപ്പം പോന്നെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിച്ചിട്ട് അവിടെ ചൊറിഞ്ഞാൽ പൈസ കിട്ടത്തില്ല, ഞാൻ തരാം. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഇനി ആരെയൊക്കെ വിളിക്കാനുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു എന്താ. അല്ല ഒന്നുമില്ല, അത് നമ്മളെ ചെറുക്കനോട് ചോദിക്കാൻ എന്താന്നാ ചോദിച്ചത്? ചെറുക്കനോട് ചോദിക്കാൻ എന്താ? എനിക്ക് ചോദിക്കാൻ പറ്റുമോ? കുറെ നേരമായിട്ട് കാര്യം പറയാതെ ഇങ്ങനെ കിടന്ന് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചാൽ എന്താ? ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ് നീ അറിയത്ത് പോലും ഇല്ല. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മ ഇതുപോലെ അല്ലലും അരച്ചില്ലാതെ ഞാൻ നോക്കിയത്. അവരൊരു കാലത്ത് അവർ നെഞ്ചുരുകിട്ടില്ല. പക്ഷെ അവർ ഒരു സമയത്ത് മാത്രം അവരെ നെഞ്ചുരുകിട്ടുള്ളൂ. നിന്നെ കെട്ടിയ അന്ന് മാത്രം. അങ്ങനെ പറയരുത്. നിങ്ങളുടെ അച്ഛനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വലതുകാലം വെച്ച് കയറി മോളെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയുടെ വലതുകാലം വലിച്ചിട്ട് കയറിയോളാ ഇവള്. അത് ഞാൻ അനുഗ്രഹം മേടിച്ചതാ. പക്ഷെ നമ്മുടെ മകൻ നമുക്ക് ശമ്പളം നമുക്ക് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു തരുന്ന. അച്ഛാ പണിക്ക് പോകണ്ട, അമ്മ പണിക്ക് പോലെ സുഖമായിട്ട് എല്ലാ കാര്യം ചെയ്തു. പക്ഷെ ഇവൻ എന്തിനാണ് എറണാകുളത്ത് പോയാൽ മറ്റേ പരിപാടി കാണിച്ചത്? അമ്മ ആരാ എന്റെ മുറി കയറുന്നത്?